ഇത് കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ. എപ്പോഴെങ്കിലും വന്നല്ലോ. ഞാൻ എത്ര നേരം കാത്തിരിക്കുന്നു. കൊച്ച പണി സമ്മതിക്കില്ലായോ? ഇന്നലെ നേരം വൈകി. ഒന്നും പറയണ മോനെ, ഞാൻ നേരത്തെ ഇറങ്ങിയത് അപ്പയുടെ മോൻ സ്കൂൾ ഓണ പ്രോഗ്രാം ആണെന്നും അതിന് കുറെ കുട്ടികളൊക്കെ വന്നു, അവർക്ക് പ്രാക്ടീസ് ആണെന്നോ, അതിന് വരുമ്പോ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടേ, ഉള്ളതെല്ലാം കൊടുത്തിട്ട് ഓടി പിടച്ച് വന്നതാ. ഇനി വീട്ടിൽ ചെല്ലും പറയാൻ ബാക്കി ഇനി എന്തൊക്കെയാണ്, ഓണം ഇനി എത്തിയില്ലേ, എന്തൊക്കെ പണി മോളെ ഞാൻ എളുപ്പം ചെയ്തത്. തറ മുറിക്കണം, പിന്നെ പാത്രങ്ങൾ കുറെ ഉണ്ട്, അതൊന്ന് കഴുകി വെക്കണം, പിന്നെ തുണി കൂട്ടില്ലായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തുണി വിരിച്ചിട്ട് ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട, ഫ്രിഡ്ജില് ഭക്ഷണം ഇരിക്കണ്ട്, അതൊന്ന് ചൂടാക്കിയിട്ട് ഇട്ടാൽ മതി. ഞാനും മോള് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വൈകിട്ട് ഒരു പാർട്ടി ഉണ്ട്, അതിനെ പോണെന്ന് ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം ഇപ്പൊ ചെയ്തത് കേട്ടോ. ജോലിയെല്ലാം കഴിഞ്ഞോട്ടോ, എല്ലാ പണിയും തീർത്തിട്ടുണ്ട്. ഞാനിന്ന് വീട്ടിലോട്ടൊന്ന് പോട്ടെ, കാരണം മോനിപ്പോ സ്കൂളിൽ നിന്ന് വരും കേട്ടോ. ഇനി എപ്പോഴാ വരുന്നത്, ഇനി നേരത്തെ വന്നിട്ടുണ്ടോ, കാരണം നാളെ ഓണ പ്രോഗ്രാം അല്ലേ, മറ്റന്നാൾ അന്നേരം പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് അവരിപ്പോ വരും കേട്ടോ. ഞാൻ പോട്ടെ. ചേച്ചി ഓണത്തിന്റെ ഡ്രസ്സൊക്കെ എടുത്തോ? ചേച്ചി സാരി ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്തോ? ഇല്ല മോളെ, എടുത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോനിപ്പൊ സ്കൂളിലെ പ്രോഗ്രാം അത് ഇതൊക്കെ എന്ന് പറഞ്ഞതിന് മോൻ ഓണക്കൂടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ എന്തായാലും 2-3 ദിവസം കഴിഞ്ഞിട്ടൊന്ന് എടുത്ത ഒരു നൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് മോളെ, അതൊക്കെ മതി. ഇനിയിപ്പൊ അടുത്ത ദിവസം ഓണം വരുമല്ലേ, അപ്പൊ എടുക്കാടാ. ഞാൻ എന്താ വരുന്നു പോകാൻ പറ്റും. ഞാൻ ഇറങ്ങട്ടെ. മോളെന്താ നിൽക്കുന്നത്? വേണ്ട മോളെ, ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് അഡ്വാൻസ് മോളെ വാങ്ങി. ഇതൊക്കെ എന്ത് സമയത്ത് ദിവസം കൂടി എനിക്കറിയില്ല, അതൊന്നും പൈസ കഴിഞ്ഞു. ചേച്ചി ഇത് അഡ്വാൻസ് കൂട്ടണ്ട, ചേച്ചി സ്കൂളിൽ കിട്ടിയ ഓണ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു മോനെ. സ്കൂളിലെ ഓണപ്പരിപാടി എല്ലാവർക്കും ഡ്രസ്സിന് വേണ്ടി 1000 രൂപ ഉണ്ട്. 1000 രൂപയോ? തരാം മോനെ, 1000 രൂപ ഞാൻ തരാം കേട്ടോ. അമ്മ ഇത് അവിടെ നിന്ന് വാങ്ങിച്ചോട്ട് വെച്ചിട്ട് ചേച്ചി തന്നതാട്ടോ. അമ്മ ഉടുപ്പൊക്കെ വാങ്ങി. ഇത് മോനെ സ്കൂളിൽ അമ്മ ഓണ പ്രോഗ്രാമിന് തന്നിട്ട് തരാം. എന്നാൽ സ്കൂളിൽ ബാഗിൽ കൊണ്ടുവച്ചാൽ നാളെ പോകുമ്പോഴേ ഇത് എടുത്തിട്ട് പോകും. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ഇടയിലും കാണും. ജീവിത സാഹചര്യങ്ങൾ മാത്രം കൊണ്ട് സ്വന്തം ആവശ്യങ്ങൾ നോക്കാതെ കൂടുതലുള്ള സന്തോഷങ്ങൾക്കായി മാത്രം ജീവിക്കുന്നവർ നമ്മൾ